ഒരു വശത്ത് 2025-26 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ 7.4% എന്ന മികച്ച GDP വളർച്ച നേടുമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ശുഭാപ്തി വിശ്വാസം. മറുവശത്ത് അതിജീവനത്തിനായി ഹോൾസെയിൽ ഫണ്ടിങ്ങിനെ ആശ്രയിക്കേണ്ടി വരുന്ന ഇന്ത്യൻ ബാങ്കിംഗ് വ്യവസ്ഥയുടെ രൂക്ഷമായ പണലഭ്യത പ്രതിസന്ധി. പുറമേക്ക് തിളക്കമുള്ള സാമ്പത്തിക വളർച്ചാ കണക്കുകൾ അവതരിപ്പിക്കപ്പെടുമ്പോഴും ബാങ്കിംഗ് മേഖലയുടെ അടിസ്ഥാന ശിലകളിൽ പണത്തിന്റെ ഒഴുക്ക് നിലച്ചിരിക്കുന്നു. നിക്ഷേപ വളർച്ചയേക്കാൾ വളരെ വേഗത്തിൽ വായ്പാ വിതരണം കുതിച്ചുയരുമ്പോൾ ബാങ്കുകൾ വിലയേറിയ ഹ്രസ്വകാല ഫണ്ടുകളിലേക്ക് തിരിയുകയാണ്. ഈ വൈരുദ്ധ്യം സാമ്പത്തിക വ്യവസ്ഥയുടെ ഘടനാപരമായ സ്ഥിരതയെ അപകടപ്പെടുത്തുന്നത് എങ്ങനെയെന്നതിന്റെ സമ്പൂർണ്ണ ഡീപ് ഡൈവ് അനാലിസിസ്. പണലഭ്യത യാഥാർത്ഥ്യവും FY26 7.4% എന്ന ആകർഷകമായ GDP വളർച്ചാ പ്രവചനം ബാങ്കിംഗ് മേഖല നേരിടുന്ന രൂക്ഷമായ ലിക്വിഡിറ്റി കമ്മി മറച്ചുവെക്കുന്നു. വായ്പാ വിതരണത്തിനാവശ്യമായ അടിസ്ഥാന മൂലധനമില്ലാതെ ഈ വളർച്ച കൈവരിക്കുക അസാധ്യമാണ്. ഫെബ്രുവരി 2026 RBI മോണിറ്ററി പോളിസി കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം FY26 ഇന്ത്യയുടെ പ്രതീക്ഷിക്കുന്ന GDP വളർച്ച 7.4%. എന്നാൽ RBIയുടെ ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റി ഡേറ്റ പ്രകാരം ബാങ്കിംഗ് സിസ്റ്റം ശരാശരി 1 മുതൽ 1.5 ട്രില്യൺ രൂപയുടെ ദ്രവ്യതാ കമ്മി നേരിടുന്നു. GDP വളർച്ചയ്ക്ക് ആനുപാതികമായ വായ്പാ വിതരണം അത്യന്താപേക്ഷിതമാണ്. എന്നാൽ സെൻട്രൽ ബാങ്കിന്റെ പണപ്പെരുപ്പ് നിയന്ത്രണ നടപടികൾ വ്യവസ്ഥാപിതമായ പണലഭ്യതയെ തടസ്സപ്പെടുത്തിയിരിക്കുന്നു. മാക്രോഎക്കണോമിക് തലത്തിൽ വളർച്ച കാണിക്കുമ്പോഴും മൈക്രോ തലത്തിൽ ബാങ്കുകൾക്ക് വായ്പ നൽകാനുള്ള പണം ലഭ്യമല്ല എന്നതാണ് പ്രധാന വൈരുദ്ധ്യം. പണലഭ്യത സ്വാഭാവികമായി പഴയപടിയാകുമെന്ന അടിസ്ഥാനമില്ലാത്ത വിശ്വാസത്തിലാണ് ഈ സാമ്പത്തിക വളർച്ചാ പ്രവചനങ്ങൾ നിലനിൽക്കുന്നത്. ലിക്വിഡിറ്റി കമ്മി തുടർന്നാൽ ക്രെഡിറ്റ് വിപുലീകരണം തടസ്സപ്പെടുകയും അത് GDPയെ താഴോട്ട് വലിക്കുകയും ചെയ്യും. ബാങ്കുകളിലെ വായ്പാ വളർച്ചയും നിക്ഷേപ വളർച്ചയും തമ്മിലുള്ള വിടവ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ്. ഇത് വ്യവസ്ഥാപിതമായ പ്രതിസന്ധിയുടെ സൂചനയാണ്. RBIയുടെ മാർച്ച് 2026 ഫോർട്ട്നൈറ്റ്ലി സെക്ടറൽ ഡെവലപ്മെന്റ് ഓഫ് ബാങ്ക് ക്രെഡിറ്റ് റിപ്പോർട്ട് അനുസരിച്ച് ബാങ്കുകളുടെ ക്രെഡിറ്റ് ഗ്രോത്ത് 13.1%. എന്നാൽ നിക്ഷേപ വളർച്ച വെറും 10.7% മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു. 240 ബേസിസ് പോയിന്റിന്റെ ഈ വിടവ് ബാങ്കുകളുടെ വായ്പ നൽകാനുള്ള ശേഷിയെ ഗുരുതരമായി ബാധിക്കുന്നുണ്ട്. നിക്ഷേപങ്ങൾ ആകർഷിക്കാൻ ബാങ്കുകൾ പലിശ നിരക്ക് വർദ്ധിപ്പിക്കാൻ നിർബന്ധിതരാകുന്നു. റീറ്റെയിൽ ഫണ്ടുകൾ ഇല്ലാതെ വരുമ്പോൾ കോർപ്പറേറ്റ് ഡിമാൻഡ് നിറവേറ്റാൻ ബാങ്കുകൾക്ക് മറ്റു മാർഗങ്ങൾ തേടേണ്ടിയും വരുന്നു. ബാങ്കുകൾ ഇപ്പോൾ അവരുടെ ഭാവി ലാഭവിഹിതം വിഴുങ്ങിക്കൊണ്ടാണ് നിലവിലെ വായ്പാ പുസ്തകങ്ങൾ വർദ്ധിപ്പിക്കുന്നത്. ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ ബാങ്കുകളുടെ മൂലധന അടിത്തറയെ ദുർബലമാക്കും. റീറ്റെയിൽ നിക്ഷേപങ്ങളുടെ അഭാവത്തിൽ ബാങ്കുകൾ അതിജീവനത്തിനായി ഹ്രസ്വകാല ഹോൾസെയിൽ ഫണ്ടിങ്ങിനെ, പ്രത്യേകിച്ച് സർട്ടിഫിക്കറ്റ് ഓഫ് ഡിപ്പോസിറ്റുകളെ അമിതമായി ആശ്രയിക്കുന്നു. ക്ലിയറിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് പ്ലാറ്റ്ഫോം ഡേറ്റ പ്രകാരം ബാങ്കുകളുടെ ഔട്ട്സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡിപ്പോസിറ്റുകൾ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കായ 5.4 ട്രില്യണിൽ എത്തിയിരിക്കുന്നു. ചുരുങ്ങിയ ചെലവിലുള്ള കറണ്ട് അക്കൗണ്ട്, സേവിംഗ്സ് അക്കൗണ്ടുകൾ, നിക്ഷേപങ്ങൾ കുറഞ്ഞതോടെ ബാങ്കുകൾ CDകളെ ആശ്രയിക്കുന്നു. ഇത് ഹ്രസ്വകാല ഫണ്ടുകൾ ഉപയോഗിച്ച് ദീർഘകാല വായ്പകൾ നൽകുന്ന അസറ്റ് ലയബിലിറ്റി മിസ്മാച്ച് എന്ന ഗുരുതരമായ സാമ്പത്തിക അപകടത്തിലേക്കാണ് നയിക്കുന്നത്. CD മാർക്കറ്റിലെ ഈ 5.4 ട്രില്യൺ കുതിച്ചുചാട്ടം ബാങ്കിംഗ് വ്യവസ്ഥയുടെ കരുത്തല്ല, മറിച്ച് വ്യവസ്ഥാപിതമായ പട്ടിണിയുടെ വ്യക്തമായ സൂചനയാണ്. വിലയേറിയ ഹോൾസെയിൽ കടമെടുപ്പുകൾ ബാങ്കുകളുടെ ഫണ്ടിംഗ് ചെലവ് ഗണ്യമായി വർദ്ധിപ്പിച്ചിരിക്കുന്നുണ്ട്. ഇത് അന്തിമമായി വായ്പാ പലിശ നിരക്കുകൾ ഉയർത്തും. ക്രിസിൽ റേറ്റിംഗ്സിന്റെ Q4 FY26 ബാങ്കിംഗ് സെക്ടർ റിപ്പോർട്ട് പ്രകാരം CDകൾ വഴിയുള്ള ഫണ്ടിംഗ് ചെലവ് ശരാശരി ടേം ഡിപ്പോസിറ്റുകളേക്കാൾ 40 മുതൽ 60 ബേസിസ് പോയിന്റുകൾ വരെ വർദ്ധിച്ചിട്ടുണ്ട്. ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്നും പണം കണ്ടെത്തുന്നത് ബാങ്കുകളുടെ മാർജിനൽ കോസ്റ്റ് ഓഫ് ഫണ്ട്സ് ബേസ്ഡ് ലെൻഡിംഗ് റേറ്റ് ഉയർത്താൻ കാരണമാകുന്നു. ഫണ്ടിംഗ് ചെലവ് ഉയരുമ്പോൾ ബാങ്കുകൾ അത് പുതിയ വായ്പകൾ എടുക്കുന്നവരിലേക്ക് കൈമാറാൻ നിർബന്ധിതരാകുന്നു. സിസ്റ്റത്തിലെ ഈ ഉയർന്ന ഫണ്ടിംഗ് ചെലവ് യഥാർത്ഥത്തിൽ ക്രെഡിറ്റ് വിപുലീകരണത്തിന് മേലുള്ള ഒരു മറഞ്ഞിരിക്കുന്ന ഹിഡൻ ടാക്സ് ആണ്. പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിനായി RBI പണലഭ്യതയെ ഒരു ആയുധമായി ഉപയോഗിക്കുന്നു. ഇത് സിസ്റ്റത്തിലെ ലിക്വിഡിറ്റി കമ്മി സ്ഥിരമാക്കുന്നു. RBI ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ഓപ്പറേഷൻസ് ഡിപ്പാർട്ട്മെന്റ് ഡേറ്റ പ്രകാരം 2026 ആദ്യ മാസങ്ങളിൽ വേരിയബിൾ റേറ്റ് റിപ്പോ, വേരിയബിൾ റേറ്റ് റിവേഴ്സ് റിപ്പോ ലേലങ്ങൾ വഴി RBI ഹ്രസ്വകാല പണലഭ്യത മാത്രമാണ് നൽകുന്നത്. ശാശ്വതമായ ഒരു പണലഭ്യത കുത്തിവെപ്പ് അഥവാ ഡ്യൂറബിൾ ലിക്വിഡിറ്റി ഇൻഫ്യൂഷൻ RBI നടത്തുന്നില്ല. റെപ്പോ നിരക്ക് വർദ്ധിപ്പിക്കാതെ തന്നെ വിപണിയിലെ പണലഭ്യത കുറച്ചുകൊണ്ട് പലിശ നിരക്കുകൾ ഉയർന്ന നിലയിൽ നിലനിർത്താനാണ് കേന്ദ്ര ബാങ്ക് ശ്രമിക്കുന്നത്. ഈ തന്ത്രം പണപ്പെരുപ്പം പിടിച്ചു നിർത്താൻ സഹായിക്കുമെങ്കിലും വായ്പാ വിപണിയെ വരിഞ്ഞു മുറുക്കുന്നുണ്ട്. അടിസ്ഥാന പലിശ നിരക്കുകൾ മാറ്റാതെ തന്നെ സാമ്പത്തിക വ്യവസ്ഥയെ കർശനമാക്കാനുള്ള RBIയുടെ ഒരു സ്റ്റെൽത്ത് തന്ത്രമാണിത്. ബാങ്കുകൾ ഫണ്ടിംഗ് പ്രതിസന്ധി നേരിടുമ്പോൾ അതിന്റെ ആദ്യ ഇരകളാകുന്നത് ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങളാണ്. ICRA NBFC സെക്ടറൽ ഔട്ട്ലുക്ക് 2026 റിപ്പോർട്ട് പ്രകാരം ബാങ്കുകളിൽ നിന്ന് NBFCകൾക്ക് ലഭിക്കുന്ന ഫണ്ടിങ്ങിന്റെ ചെലവ് 50 ബേസിസ് പോയിന്റ് വരെ വർദ്ധിച്ചിട്ടുണ്ട്. വായ്പാ പ്രവാഹം മന്ദഗതിയിലായിരിക്കുന്നുമുണ്ട്. NBFCകൾ അവരുടെ വായ്പാ വിതരണത്തിനായി പ്രധാനമായും വാണിജ്യ ബാങ്കുകളെയാണ് ആശ്രയിക്കുന്നത്. ബാങ്കുകൾക്ക് പണമില്ലാതെ വരുമ്പോൾ അവർ ആദ്യം വെട്ടിക്കുറയ്ക്കുന്നത് NBFCകൾക്കുള്ള വായ്പകളാണ്. ഇത് റീറ്റെയിൽ മൈക്രോ ഫിനാൻസ് മേഖലകളിലെ ക്രെഡിറ്റ് വളർച്ചയെ സ്തംഭിപ്പിക്കുന്നു. ബാങ്കുകളുടെ പ്രതിസന്ധി താഴെ തട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് NBFCകൾ വഴിയാണ്. NBFCകൾക്ക് പണം ലഭ്യമല്ലാതാകുമ്പോൾ ഇന്ത്യയിലെ സാധാരണക്കാരന്റെ ഉപഭോഗം നേരിട്ടാണ് തടസ്സപ്പെടുന്നത്.
ഉയർന്ന ഫണ്ടിംഗ് ചെലവുകൾ ബാങ്കുകളുടെ ലാഭക്ഷമതയെ കാർന്നു തിന്നുന്നു. നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനുകൾ ഗണ്യമായി താഴോട്ട് പോകുന്നു. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബാങ്കിംഗ് വരുമാന റിപ്പോർട്ടുകൾ പ്രകാരം മുൻനിര ബാങ്കുകളുടെ നിം 2025 സാമ്പത്തിക വർഷത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിൽ നിന്നും FY26 തുടക്കത്തിൽ 20 മുതൽ 30 ബേസിസ് പോയിന്റ് ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ബാങ്കുകൾ നൽകുന്ന വായ്പകളുടെ പലിശ നിരക്ക് വർദ്ധിക്കുന്നതിനേക്കാൾ വേഗത്തിൽ അവർ നിക്ഷേപകർക്ക് നൽകേണ്ട പലിശ വർദ്ധിക്കുന്നു. അസറ്റ് റീപ്രൈസിംഗും ലയബിലിറ്റി റീപ്രൈസിംഗും തമ്മിലുള്ള ഈ കാലതാമസം ബാങ്കുകളുടെ ലാഭത്തെ നേരിട്ട് ബാധിക്കുന്നുണ്ട്. ഇന്ത്യൻ ബാങ്കിംഗ് മേഖല കഴിഞ്ഞ 2 വർഷമായി അനുഭവിച്ച സുവർണ കാലഘട്ടം ഔദ്യോഗികമായി അവസാനിച്ചിരിക്കുന്നു എന്ന് പറയാം. ലിക്വിഡിറ്റി പ്രതിസന്ധി സുരക്ഷിതമല്ലാത്ത റീറ്റെയിൽ വായ്പകളുടെ ഡിഫോൾട്ട് റിസ്ക് വർദ്ധിപ്പിക്കുന്നു. ഡിസംബർ 2025 പുറത്തിറക്കിയ RBIയുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട് പ്രകാരം അൺസെക്യൂർഡ് പേഴ്സണൽ ലോണുകളിലും ക്രെഡിറ്റ് കാർഡ് കുടിശ്ശികകളിലും സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ടുകളുടെ എണ്ണം വർദ്ധിക്കുന്നതായി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഉയർന്ന ഫണ്ടിംഗ് ചെലവുകൾ കാരണം പുതിയ റീറ്റെയിൽ വായ്പകൾ നൽകാൻ ബാങ്കുകൾ മടിക്കുന്നു. അതേസമയം നിലവിലുള്ള വായ്പകളുടെ പലിശ ഭാരം വർദ്ധിക്കുന്നത് ഉപഭോക്താക്കളുടെ തിരിച്ചടവ് ശേഷിയെ ദുർബലമാക്കുന്നു. RBIയുടെ ഉയർന്ന റിസ്ക് വെയ്റ്റ് മാനദണ്ഡങ്ങൾ ഇതിനാക്കം കൂട്ടുകയും ചെയ്യുന്നു. യാതൊരു ഈടുമില്ലാത്ത ഫിൻടെക് വായ്പാ ബൂം ഇത്തരം വ്യവസ്ഥാപിതമായ പണലഭ്യത കമ്മിയുമായി ഒത്തുപോകുന്നതല്ല. ബാങ്കുകൾ ഫണ്ടുകൾ സുരക്ഷിതമായ മേഖലകളിലേക്ക് മാറ്റുമ്പോൾ മൈക്രോ, സ്മോൾ, മീഡിയം എന്റർപ്രൈസുകൾക്ക് പ്രവർത്തിക്കാനുള്ള മൂലധനമാണ് ഇല്ലാതാകുന്നത്. സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ MSME പൾസ് റിപ്പോർട്ട് പ്രകാരം ചെറുകിട വ്യവസായങ്ങൾക്കുള്ള വർക്കിംഗ് ക്യാപിറ്റൽ വായ്പകളുടെ നിരസിക്കൽ നിരക്ക് അഥവാ റിജക്ഷൻ റേറ്റ് 15% വർദ്ധിച്ചു. ലിക്വിഡിറ്റി കുറയുമ്പോൾ ബാങ്കുകൾ ഫ്ലൈറ്റ് ടു സേഫ്റ്റി തന്ത്രം സ്വീകരിക്കുന്നുണ്ട്. ഉയർന്ന റേറ്റിംഗ് ഉള്ള കോർപ്പറേറ്റുകൾക്കും സുരക്ഷിതമായ ഭവന വായ്പകൾക്കും മുൻഗണന നൽകുമ്പോൾ MSMEകൾ വിപണിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായ MSMEകൾക്ക് മൂലധനം നിഷേധിച്ചുകൊണ്ട് FY26 7.4% GDP വളർച്ച കൈവരിക്കുക എന്നത് സാമ്പത്തികമായി അസാധ്യമാണ്. നിക്ഷേപകർ ബാങ്ക് ഡെപ്പോസിറ്റുകൾ ഉപേക്ഷിച്ച് മ്യൂച്വൽ ഫണ്ടുകളിലേക്കും ഓഹരി വിപണിയിലേക്കും മാറുന്നത് ബാങ്കുകളുടെ ദീർഘകാല ഫണ്ടിങ്ങിനെയും തകർക്കുന്നു. അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ഇൻ ഇന്ത്യയുടെ ഫെബ്രുവരി 2026 പ്രതിമാസ കണക്കുകൾ പ്രകാരം ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിലേക്കും SIP വഴിയുമുള്ള ഒഴുക്ക് പുതിയ റെക്കോർഡുകൾ ഭേദിച്ചിരിക്കുന്നു. പണപ്പെരുപ്പത്തേക്കാൾ ഉയർന്ന ആദായം ബാങ്ക് നിക്ഷേപങ്ങൾ നൽകാത്തതിനാൽ ഹൗസ് ഹോൾഡ് സേവിംഗ്സ് ക്യാപിറ്റൽ മാർക്കറ്റുകളിലേക്ക് തിരിയുന്നു. ഇത് ബാങ്കിംഗ് വ്യവസ്ഥയിലെ ഇടനില ഒഴിവാക്കലിന് കാരണമാകുന്നു. ഇത് കേവലം താൽക്കാലികമായ ഒരു പണലഭ്യതാ പ്രശ്നമല്ല, മറിച്ച് ഇന്ത്യൻ നിക്ഷേപകരുടെ സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന രീതിയിലുണ്ടായ സ്ഥിരവും ഘടനാപരവുമായ മാറ്റമാണ്. സർക്കാർ നികുതി വരുമാനം RBIയിൽ സൂക്ഷിക്കുകയും അത് സമയബന്ധിതമായി ചെലവാക്കാതിരിക്കുകയും ചെയ്യുന്നത് ബാങ്കിംഗ് സിസ്റ്റത്തിലെ പണലഭ്യതയെ സാരമായി ബാധിക്കുന്നു. കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ് പ്രസിദ്ധീകരിച്ച ഫെബ്രുവരി 2026 പ്രതിമാസ ഫിസ്ക്കൽ ഇൻഡിക്കേറ്ററുകൾ പ്രകാരം സർക്കാരിന്റെ ക്യാഷ് ബാലൻസ് RBIയിൽ ഉയർന്ന നിലയിലാണ്. GST അഡ്വാൻസ് ടാക്സ് പിരിവുകൾ സിസ്റ്റത്തിൽ നിന്നും കോടിക്കണക്കിന് രൂപ വലിച്ചെടുത്തിട്ടുണ്ട്. സാമ്പത്തിക അച്ചടക്കത്തിന്റെ ഭാഗമായി സർക്കാർ ചിലവുകൾ കുറയ്ക്കുമ്പോൾ നികുതിയായി പിരിച്ചെടുത്ത പണം തിരികെ വിപണിയിൽ എത്തുന്നില്ല. ബാങ്കുകളുടെ പക്കൽ നിന്നും സർക്കാരിലേക്കുള്ള ഈ മൂലധന മാറ്റം ഹ്രസ്വകാല ലിക്വിഡിറ്റി കമ്മി അതിരൂക്ഷമാക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക അച്ചടക്കം അറിയാതെയാണെങ്കിലും വാണിജ്യ ബാങ്കുകളുടെ പണലഭ്യതയെ ശ്വാസം മുട്ടിക്കുകയാണ്. രൂപയുടെ മൂല്യം സംരക്ഷിക്കുന്നതിനായുള്ള RBIയുടെ ഇടപെടലുകൾ ആഭ്യന്തര വിപണിയിലെ രൂപയുടെ ലഭ്യത കുറയ്ക്കുന്നു. RBIയുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ആൻഡ് ഇന്റർവെൻഷൻ ഡേറ്റ പ്രകാരം ഡോളർ വിറ്റ് രൂപ വാങ്ങുന്ന പ്രക്രിയ കേന്ദ്ര ബാങ്ക് ഇന്നും തുടരുന്നുണ്ട്. രൂപയുടെ മൂല്യം ഇടിയാതിരിക്കാൻ RBI ഫോറക്സ് മാർക്കറ്റിൽ ഡോളർ വിൽക്കുമ്പോൾ അതിന് പകരമായി ഇന്ത്യൻ രൂപ ബാങ്കിംഗ് സിസ്റ്റത്തിൽ നിന്ന് പിൻവലിക്കപ്പെടുന്നു. ഈ പ്രക്രിയ നിലവിലുള്ള പണലഭ്യത കമ്മിയെ വീണ്ടും വഷളാക്കുന്നു. വിദേശ മേഖലയിലെ സുസ്ഥിരത ഉറപ്പാക്കുന്നത് ആഭ്യന്തര ബാങ്കിംഗ് മേഖലയുടെ പണലഭ്യത ബലികൊടുത്തുകൊണ്ടാണ്. ഉയർന്ന ഫണ്ടിംഗ് ചെലവുകൾ സ്വകാര്യ മേഖലയുടെ മൂലധന നിക്ഷേപങ്ങളെ ലാഭകരമല്ലാതാക്കുന്നു. സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യ എക്കോണമി കേപെക്സ് ഡേറ്റാബേസ് പ്രകാരം പുതിയ സ്വകാര്യ പ്രോജക്ട് അനൗൺസ്മെന്റുകൾ മന്ദഗതിയിലാണ്. ഉയർന്ന പലിശ നിരക്കുകൾ കോർപ്പറേറ്റ് നിക്ഷേപങ്ങളെ പിന്തിരിപ്പിക്കുന്നു. ബാങ്കുകൾ ഉയർന്ന പലിശയ്ക്ക് വായ്പ നൽകുമ്പോൾ കോർപ്പറേറ്റുകളുടെ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വർദ്ധിക്കുന്നു. ഇത് പുതിയ പ്രൊജക്ടുകളുടെ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ കുറയ്ക്കുകയും നിക്ഷേപങ്ങൾ മാറ്റിവെക്കാൻ കമ്പനികളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. സർക്കാർ എത്രത്തോളം അടിസ്ഥാന സൗകര്യ വികസനത്തിന് പണം ചെലവാക്കിയാലും ഈ ഉയർന്ന പലിശ നിരക്കിൽ പ്രൈവറ്റ് കേപെക്സ് ക്രൗഡിംഗ് ഇൻ സംഭവിക്കുന്നത് ഗണിതശാസ്ത്രപരമായി ബുദ്ധിമുട്ടാണ്. RBIയുടെ പുതിയ LCR മാനദണ്ഡങ്ങൾ ബാങ്കുകളുടെ വായ്പാ ശേഷിയെ കൂടുതൽ ചുരുക്കുന്നു. ബേസിൽ 3 ലിക്വിഡിറ്റി സ്റ്റാൻഡേർഡുകളെ കുറിച്ചുള്ള RBI മാസ്റ്റർ ഡയറക്ഷൻ പ്രകാരം ഡിജിറ്റൽ ബാങ്കിംഗ് വഴിയുള്ള പെട്ടെന്നുള്ള ഫണ്ട് പിൻവലിക്കൽ നേരിടാൻ ബാങ്കുകൾ കൂടുതൽ ഉയർന്ന ഗുണനിലവാരമുള്ള ലിക്വിഡ് അസറ്റുകൾ സൂക്ഷിക്കണം. ഈ പുതിയ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനായി ബാങ്കുകൾ തങ്ങളുടെ ഫണ്ടുകളുടെ വലിയൊരു ഭാഗം സർക്കാർ സെക്യൂരിറ്റികളിൽ നിക്ഷേപിക്കാൻ നിർബന്ധിതരാകുന്നു. ഇത് സമ്പദ് വ്യവസ്ഥയിലേക്ക് വായ്പയായി നൽകാൻ കഴിയുന്ന പണത്തിന്റെ അളവ് വീണ്ടും കുറയ്ക്കുന്നു. ഡിജിറ്റൽ ബാങ്കിങ്ങിന്റെ വേഗതയും സൗകര്യവും ബാങ്കിംഗ് വ്യവസ്ഥയെ നിക്ഷേപ ചോർച്ചയുടെ കാര്യത്തിൽ ഘടനാപരമായി കൂടുതൽ ദുർബലമാക്കിയിരിക്കുന്നു. ഈ ദുർബലത പരിഹരിക്കാനുള്ള RBIയുടെ ശ്രമം ലിക്വിഡിറ്റി ക്രഞ്ചാണ് വർദ്ധിപ്പിക്കുന്നത്. സിസ്റ്റത്തിന് നിലവിലെ പണലഭ്യത കമ്മിയുമായി മുന്നോട്ട് പോകാനാകില്ല. ഒന്നുകിൽ വളർച്ച താഴോട്ട് പോകും, അല്ലെങ്കിൽ RBI വിപണിയിൽ പണം എത്തിക്കാൻ നിർബന്ധിതരാകും. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എക്കോ റാപ്പ് റിപ്പോർട്ട് മാർച്ച് 2026 പ്രകാരം ക്രെഡിറ്റ് വളർച്ചയും GDP വളർച്ചയും തമ്മിലുള്ള ചരിത്രപരമായ അനുപാതം നിലനിർത്തണമെങ്കിൽ സിസ്റ്റത്തിലേക്ക് അടിയന്തരമായി വൻതോതിൽ പണലഭ്യത ഉറപ്പാക്കേണ്ടതുണ്ട്.
13.1% ക്രെഡിറ്റ് വളർച്ചയും 10.7% ഡെപ്പോസിറ്റ് വളർച്ചയും തമ്മിലുള്ള വൈരുദ്ധ്യം ദീർഘകാലത്തേക്ക് സുസ്ഥിരമല്ല. ഈ വിടവ് നികത്താൻ ബാങ്കുകൾ സിഡികളെ ആശ്രയിക്കുന്നത് ഒരു പരിധി കഴിയുമ്പോൾ അസാധ്യമാകും. ക്രെഡിറ്റ് വളർച്ച നിലച്ചാൽ 7.4% എന്ന GDP ലക്ഷ്യം വെറും കടലാസിലൊതുങ്ങും. 2026 സാമ്പത്തിക വർഷത്തെ യഥാർത്ഥ വെല്ലുവിളി പണപ്പെരുപ്പമല്ല, മറിച്ച് സാമ്പത്തിക വ്യവസ്ഥയുടെ കാർക്കശ്യത്തെക്കാൾ RBI സാമ്പത്തിക വളർച്ചയ്ക്ക് മുൻഗണന നൽകുമോ എന്നതാണ്. വരും മാസങ്ങളിൽ ഈ പ്രതിസന്ധിക്ക് ഒരു തീരുമാനം ഉണ്ടായേ തീരൂ.